ബീച്ചിലേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം വരെ കണ്ടിട്ട് ഞങ്ങൾക്കും തന്നെ ഇതുപോലെ വൈകുന്നേരം വരാനും സംസാരിക്കാനും നമ്മള് പഴയ ആൾക്കാരൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് കുളിർമയുള്ള പിന്നെ ഈ കാറ്റ് ആസ്വദിക്കാൻ വരും. ഞങ്ങൾ ആദ്യം ഇങ്ങനെ പറയാനും ആളുകൾക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് വന്നിരിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വരുമ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നു. പുറത്തുനിന്നാണ് ജനങ്ങൾ വരുന്നത്. ഇപ്പൊ തന്നെ വന്നോളൂ, ഒന്നും മിസ്സാക്കണ്ട. നമ്മുടെ അരീക്കാട് പാടത്താണുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് സായാഹ്നം ചെലവഴിക്കാൻ വേണ്ടി പാടത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന്. നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾക്ക് വന്നത്, ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രത്യേക തരം കാറ്റുണ്ട് ഇവിടെ. പിന്നെ എത്ര ആൾക്കാരെ കണ്ട് ഭയങ്കര അത്ഭുതമായി ഞങ്ങൾക്ക്. ഇതെന്താ എത്ര ആൾക്കാരെ ആലോചിച്ച് അത് സംസാരിക്കാൻ ഞങ്ങൾ വേണ്ടാ കൂടി. നല്ല കാറ്റാണ്, ഫാന്റെ കാറ്റ് കൊള്ളണായിരിയല്ല, നല്ല സുഖമുള്ള കാറ്റ്. പ്രത്യേകത അത് കേട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ്. ഞാനും അതന്നെ പറയാനുള്ളത്, കാറ്റ് കടപ്പുറത്ത് എന്ന മാതിരി നല്ല കാറ്റല്ലേ? നല്ല കാറ്റ്. എല്ലാവർക്കും നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ, കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനൊക്കെ നല്ലൊരു ഇതായി പോയി. ഇങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയത് അടിപൊളിയാണ്. മുഹമ്മദ് ബാഷിത്ത്. എത്ര വയസ്സായി? 19 വയസ്സ്. അല്ല, നിങ്ങളിപ്പോ ഒരുപാട് ആൾക്കാർ വന്നപ്പോ പിന്നെ പുറത്തിറങ്ങിയല്ലേ? എങ്ങനെയുണ്ട് അനുഭവങ്ങളൊക്കെ? നല്ല അനുഭവമാണ്. അവന് നല്ല എൻജോയ് ആയി. വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടിയായിട്ട് വരുമ്പോൾ തന്നെ അവനക്ക് നല്ലൊരു എൻജോയിങ് ഉണ്ടായിരുന്നു. നല്ല കാറ്റാണ്, നല്ല പ്രകൃതി. അത് നമ്മളെല്ലാം ഇത് അനുഭവിക്കലുള്ളൂ. ഇപ്പൊ നമ്മള് കൂടുതൽ ആൾക്കാർ വന്നപ്പോ ഇവരായിട്ട് പുറത്തേക്ക് ഇറങ്ങാനൊരു ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. ബീച്ചിനെക്കാട്ടി എത്രയോ ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ്. കടപ്പുറത്ത് പോയിട്ട് ഇരിക്കണേക്കാട്ടി നല്ല സുഖം ഇവിടെ ഇരിക്കണം. ഒരു രസകരമായ സായാഹ്നമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് ഈ അരീക്കാട് പാടത്തുണ്ട്. ഈ അരീക്കാടിന്റെ കാഴ്ചകൾ ഇനിയും തുടരും.